ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. എന്താ പറയുക, നിങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ചിരിക്കാൻ വിശ്വസിക്കുന്നു. സോ ടുഡേ ഇസ് ദി ഡേ ഗൈസ്. ഇത്രയും കാലത്തെ കാത്തിരിപ്പ്, നല്ല പേരുണ്ട്. നിക്കാഹ് ഗൈസ്, ഇന്നാണ് എൻ്റെ നിക്കാഹ്. ഇറ്റ്സ് ഫൈനലി ഗോണ ഹാപ്പനിങ്. ഓ മൈ ഗോഡ് ഗൈസ്, നിക്കാണ് ഗൈസ് ഇന്ന്. ഇങ്ങനത്തെ എന്തൊക്കെ പറഞ്ഞ് എന്തൊക്കെ ചെയ്തു, ലൈക്ക് ഫൈനലി ഇന്നാണ് ഡേ. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ അതൊന്നും പറയാൻ ടൈമില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ റെഡി ആക്കാനുള്ള ആൾക്കാരൊക്കെ ഇപ്പം വരും. സോ 5 മണിക്ക് അവരെത്തും. അതിന് മുമ്പ് എനിക്കൊന്ന് കുളിക്കണം. കുളിച്ചിട്ട് ഒന്ന് ഫ്രഷായി നിൽക്കുമ്പോൾ അവർ വരും. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ വേഗം കുഞ്ഞുമോളൊന്ന് വേഗം പോയി കാണിച്ചു തരാം. ഓക്കെ, അല്ലേ വേണ്ട, ഞാൻ ഫ്രഷ് ആവട്ടെ, അതിന് ശേഷം ഞാൻ അവളെ കാണിക്കാം. ഓക്കെ, പറഞ്ഞു തീരും മുമ്പ് വരെ എത്തി ഗൈസ്. വല്ലാത്തൊരു ഷാർപ്പ് കറക്റ്റ് ടൈം. 5 മണി എന്ന് പറയുമ്പോ 4:59 വരെ വിളിച്ച്. സോ പേരെന്തായിരുന്നു ബ്രോ? സഹീർ അഫ്നാസ്. സോ ഇവരാണ് എൻ്റെ ഫുൾ കോസ്റ്റ്യൂം, അതുപോലെ തന്നെ ഹെയറും കാര്യങ്ങളൊക്കെ ശരിയായിരുന്നു. സോ താങ്ക് യു സോ മച്ച്. അന്ന് വാഷ് ചെയ്ത് തരാം. ഓക്കെ, രാവിലെ എന്നെ കൊണ്ട് അൺബോക്സ് ചെയ്യുന്നത് അതൊന്നുമില്ല. ബാച്ചലർ ലൈഫ് ഇന്നത്തോടു കൂടിയും അവസാനിക്കുന്നതാണ് ഗൈസ്. 11 മണിക്കാണ് നിക്കാഹ്. ഓക്കെ ഗൈസ്, അപ്പം ഏകദേശം പരിപാടികൾ കഴിഞ്ഞിരിക്കുന്നു. സോ ഇങ്ങനത്തെ ഒരു സാധനമാണ്. ഞാൻ കോസ്റ്റ്യൂം കൂടി ഇടുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഫുൾ ആയിട്ടൊരു സാധനം വരിക. അപ്പം എന്തായിരുന്നു പേരെന്തായിരുന്നു? ബ്ലൂംസ് മേക്കോവറിൽ നിന്നും ഇതാരായിരുന്നു? സഹീർ ബ്ലൂംസ് മേക്കറിൽ നിന്നും സഹീർ ബ്ലൂംസ് ആയിരുന്നു എടുത്തത്. ഓ മൈ ഗോഡ് ഗൈസ്. സോ ഇതാണ് നമ്മളുടെ നിക്കാഹിനിടാൻ പോകുന്ന ഡ്രസ്സ്. നല്ലൊരു മിറർ സാധനങ്ങളൊക്കെ ഉണ്ട്, കുറെ മിറർ സാധനങ്ങളൊക്കെ ഉണ്ട്. കല്യാണ ചെക്കൻ എങ്ങനെ റെഡി ആയിരിക്കുന്നു. ചെയ്തോ ബ്രോ, ചെയ്തോ. ഒന്ന് ബ്രോ ആണ് അൺബോക്സ് ചെയ്യേണ്ടത്. ഇങ്ങനത്തെ ടൈപ്പ് ഷൂ ആണ്. ചേരോ ചേരില്ലെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ വാങ്ങി. ഗൈസ്, എനിക്ക് കുഞ്ഞുലൊക്കെ കുഞ്ഞു റെഡി 1 2 3. മൈ ഗോഡ് ഗൈസ്, ഏതാണ്? അതെ, കുഞ്ഞു നോക്കിയാ എന്റെ മോനെ വേറെ ലെവൽ ലുക്ക്. ഒന്ന് എടുത്തേക്ക് പാടി. ഞാൻ ഈ ഓർണമെന്റ്സ് ഒക്കെ കാണിക്കട്ടെ. കണ്ടോ, സീൻ ഓർണമെന്റ്സ് കേട്ടോ. സൈറ മേക്ക് ഓവർ പറഞ്ഞ ടീം അവർ തന്നെയാണ് എല്ലാ ഓർണമെന്റ്സ് കൊണ്ടുവന്നത്. അതുകൊണ്ട് അവർക്ക് ഈ ഡ്രസ്സിന് അനുസരിച്ചുള്ള എല്ലാവരും തന്നെ കൊണ്ടുവന്നു. ഞാൻ ഈ ലെൻസ് മാത്രം ഞാൻ മേടിച്ചിട്ടുള്ളൂ. ഇന്നലെ വാങ്ങിയതല്ലേ, ബാക്കി എല്ലാവരാണ്ട് ഒക്കെ സെറ്റ് ആയില്ലേ. മുടി കാണിച്ച ഇത് അവരുടെ ഐഡിയ കേട്ടോ. എന്റെ മോനെ തൂങ്ങിക്കിടക്കുന്ന ഒരു കോല് പോലുള്ള മുടിയാണ്. നമ്മളിപ്പോ ഇതാക്കണ ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഇന്നലെ പോയി സെറ്റ് ചെയ്തിരുന്നു. അല്ലാണ്ട് ഇതന്നെ ഒരു ക്വസ്റ്റ്യൻ. ആ ബെൻഡിനൊന്ന് ഒഴിവാക്കിയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒട്ടൂല പറഞ്ഞു. ആ ഒരു ബെൻഡ് വരുന്നുണ്ടല്ലോ, അപ്പൊ അതൊന്ന് ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ മതി സെറ്റല്ലേ. ഡോക്ടറും കോപ്റ്ററും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെ നൈറ്റും വന്നിരുന്നു. സോ ചായ കുടിച്ച് നമുക്ക് ഇറങ്ങണ്ടേ, പൊളിക്കണ്ട നമുക്ക് നിക്കാതെ. അപ്പൊ ഇതാക്കണ ഞാൻ ഇറങ്ങാൻ പോവാണ്. റിയാസ്ക ഇറങ്ങാൻ പോവാണ്. എല്ലാവരോടും പറഞ്ഞ് കേസപ്പോ ഇറങ്ങുമ്പോ എല്ലാവരോടും പറഞ്ഞ് ഇമ്മൊന്നും ഡ്രസ്സ് ചേഞ്ച് ചെയ്തില്ല, അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കാത്തത്. അവരൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ കാണിക്കാം. അവിടെ അപ്പൊ ഇതാക്കണ ഞാൻ കയറാണ്. അപ്പൊ ഗൈസ്, നമ്മൾ അങ്ങനെ ഷൂട്ട് ചെയ്യാനല്ലേ, വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവാണ്. ഇപ്പൊ അവിടെ എല്ലാ ടീമും എത്തിണ്ടാവും. അൽഫി എത്തും, കല്യാണ ചെക്കനും പെണ്ണും അവിടെ കണ്ടുമുട്ടാണ്. ഫസ്റ്റ് ലുക്ക് അൽഫിനെ ഇതുവരെ കണ്ടില്ലല്ലോ. അവളുടെ ഡ്രസ്സ് എനിക്കൊരു ഐഡിയ ഇല്ല കുഞ്ഞോളൂ. ഞാൻ ബ്ലൗസ് മാത്രം ചെറുതായിട്ടുണ്ട്, പക്ഷെ ഹെവി ആണ്. എനിക്ക് ഉറപ്പാണ്, അടിപൊളി ലുക്കാണ്. സഫർനാസ്ക് ഒന്ന് മേടിച്ച് പിന്നെ കൈയും കാലും മറിക്കണേ. അപ്പൊ നമ്മളിതാ വെയിറ്റിംഗ് ആണ്, ഹാളിന്റെ അടുത്തെത്തി. അപ്പൊ പെണ്ണ് ആദ്യം ഹാളിൽ കയറി കഴിഞ്ഞിട്ട് ഞങ്ങൾ കയറണം. സോ കട്ട വെയിറ്റിംഗ് ആണ്. സോ എക്സൈറ്റഡ്. ഗേൾസ് ഇവിടെ ഉണ്ട്. ഹായ് പറയോ. ആരെല്ലാരും വൈറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് മാരീഡ് അല്ലേ കുഞ്ഞു?
ഞാനെന്തിനാ നീയല്ല ഞാനടി. ഓക്കെ. എന്തുവാ ഇവളെന്തുവാ ഇങ്ങനെ ഇട്ട മേക്കപ്പ് ഒക്കെ പോയി ഗൈസ്, എല്ലാം അത് ഒരിച്ചു പോവില്ല, വെയിലാണ് ഗൈസ്, നട്ട വെയിലാണ് ഗൈസ്. അപ്പൊ നമ്മള് ഹോളിലേക്ക് പോവാണല്ലേ, ടെൻഷനൊക്കെ വരുന്നുണ്ട്. അവിടുത്തെ പെണ്ണൊക്കെ വീട്ടിലല്ല, പെണ്ണ് ആൾറെഡി പൊട്ടത്തി. അതന്നെ പെണ്ണൊക്കെ ഇപ്പൊ ഹോളിൽ എത്തിട്ടോ. ഇനി നമ്മളിപ്പോ അങ്ങോട്ട് പോവുകയാണ്. إنك ولي بكل خير ومتفضل بكل خير اللهم بارك لنا في هذه النكاح الذي തല ആ ഹൈറ്റ് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തേ. ബാത്തും ബിന്ദു അപ്പുറം കൂടെ നിന്ന് ആദ്യം വിളിക്കാൻ പറയാനോ ചെയ്തേ. Thank you.